السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وآل كل والصحابة الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون. الله المعين. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബുൻ നജ്ജാറിന്റെ സ്വാഹിബ് യാസീൻ എന്നറിയപ്പെട്ട മഹാൻ അല്ലാഹുവിന്റെ തൗഹീദ്, പ്രവാചകന്മാരെ റിസാലത്ത് എല്ലാം അംഗീകരിച്ചിട്ട് ശക്തിയോടുകൂടെ ധൈര്യത്തോടുകൂടെ ലക്ഷക്കണക്കിന് ആൾമാരങ്ങുന്നതും ബഹിരംഗമായിട്ട് ഒപ്പിട്ട് നിങ്ങൾ അതിൽ അംഗീകരിക്കുക അനിവാര്യാചിട്ട് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടാകുമ്പോൾ നേരിട്ടത് പിന്നീട് പല അദാബുകളും പല ശിക്ഷകളുമായിട്ട് അവസാനം മഹാൻ്റെ മരണത്തും അത് കാരണമായിട്ട് അങ്ങാക്കിയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മേൽ ഭാരമേൽപ്പിച്ചിട്ട് അവൻ്റെ സംബന്ധിച്ചിട്ടുള്ള വിശ്വാസത്തിൽ അടിവറച്ച് ജീവിച്ചെങ്കിൽ മനുഷ്യന്മാർ എന്തൊരു വേണമെങ്കാക്കട്ടെ അള്ളാഹു കൈവിടില്ല. മനുഷ്യന്മാർ ഏത് ഉപദ്രവങ്ങളും ഏത് അടികളും ഏത് ബെടക്ക് പലക്കങ്ങളും എന്തിനെങ്കും ഹക്കിൽ ഞങ്ങൾ അടിപറച്ച് നിന്റാറുണ്ടായെങ്കിൽ അതുകൊണ്ട് എന്താക്കുകയും സാധ്യമല്ല. അള്ളാഹു ഞങ്ങൾ ഏറ്റെടുത്തെങ്കിൽ അതാണ് ഏറ്റവും വലിയ വിജയം. അതുക്കുള്ള വലിയൊരു നിദർശനമായിട്ട് ഹബീബുൻ നജ്ജാറുകളുടെ മഹാൻ ബഹുമാനപ്പെട്ടവരെ അങ്ങ് കൊലപ്പെടുത്തിയെങ്കും പരിശുദ്ധ ഖുർആൻ ചെന്നുകൊണ്ടുണ്ട്. യാസീൻ ഖീല ദുഖൂലിൽ ജന്ന. ഖീല അയാളുടെ വഫാത്ത് ടൈമിലോ അയാളുടെ മുട്ടൊരു പളക്കമുണ്ട്, അയാൾക്കൊരു വിഷയമുണ്ട്. അള്ളാഹുടെ ഭാഗത്തിലാണ് പണ്ട് ഓ ദുഖൂലിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ കടക്കോറോ. അപ്പോൾ വഫാത്തിൻ്റെ ടൈമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ ഈ തൗഹീദും റിസാലത്തും എല്ലാം അംഗീകരിച്ചത് കൊണ്ടിട്ടോ അയാളെ എടുത്തിട്ട് വലിച്ചു കൊട്ടിയല്ല. ദുനിയാവുടെ നശ്വരമായ ഈ ദുനിയാവിൽ ചത്തുനാരുടെ ഒന്നും സമല്ലാത്ത ഈ ദുനിയാവിൽ ചമ്മവർഷ ജീവിച്ചിട്ടൊന്നും ആവുകയില്ല. പക്ഷേ മരിച്ചൽ പിന്നത്തെ ലോകം അത് വിജയമായിട്ട് കിട്ടണോ. കാരണം അത് യഥാർത്ഥ ലോകമാണ്, അത് ശാശ്വതമായ ലോകമാണ്. ഔട്ട് വിജയം കിട്ടിയവനെ യഥാർത്ഥമായ വിജയിയായിട്ട് കിടാം. അപ്പോൾ ആയതുകൊണ്ടിട്ടോ ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു അവിടുന്ന് വഫാത്താവലോട് കൂടെ ആ നിമിഷങ്ങളല്ല സെക്കൻഡുകളെ കൊണ്ട് അള്ളാഹുടെ ഭാഗത്ത് കിട്ടിയ സുവാർത്ത സന്തോഷ വാർത്തയായിരിക്കട് ഉദ്ഖുലിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ കടക്കോറുണ്ട്. അങ്ങനെ വഫാത്തോടു കൂടെ ദഖലഹ, അയാൾ സ്വർഗത്തിൽ കടന്നിട്ട് അങ്ങനെ സ്വർഗത്തിലുള്ള അനുഗ്രഹങ്ങളെല്ലാം ഇയാൾ കാണലോടുകൂടെ ദുനിയാവുടെ ഒരു വിഷമവും അയാൾക്കില്ല. ആൾമാർ അടിയും അയാളുടെ മനസ്സിലില്ല. ആൾമാരുടെ ചീത്ത പളക്കങ്ങളും ബെടക്ക് പളക്കങ്ങളും അയാളുടെ മനസ്സിലില്ല. ഈ ദുനിയാവുടെ ഒരു സീക്രട്ട് സങ്കടവും അയാൾക്കില്ല. അയാൾ വളരെ സന്തോഷത്തോടുകൂടെ വിജയത്തോടുകൂടെ റാഹത്തോടുകൂടെ ആ മരണാനന്തര ജീവിതത്തെ അയാൾ ഏറ്റെടുത്തുകൊണ്ടുണ്ട്. ദുനിയാവുടെ സർവ്വ ബേജാറും മറന്നുപോയിട്ട് അപ്പോൾ ഏതാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാർക്ക്
എന്തായിട്ടിക്കട് മറിച്ച സാത്ത് കൊടുക്കട്. കറാമത്തിൻ്റെ ഭാഗമാണിത്. മരിച്ച സാത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല കറാമത്ത് കൊടുക്കൂ. ആ കറാമത്തിൻ്റെ ഭാഗമാണ് ഹബീബുൻ നജ്ജാർ ചൊല്ലുടെ ഈ മഹാനുകൾ അള്ളാഹു തആല കൊടുത്തെങ്കത്തെ കറാമത്ത്. ഇത്രയും വലിയ അള്ളാഹുടെ ഭാഗത്തിലുള്ള ബഹുമാനം ഏറ്റെടുത്തിട്ട് സ്വർഗത്തിൽ എത്തിയെങ്കിത്തെ മഹാൻ ആ ടൈമിൽ ചൊല്ലുടെ പല കേന്ദ്ര കൊണ്ടുണ്ട യാസീൻ സൂറത്ത് ചൊല്ലു. ഖാല ഹബീബുൻ നജ്ജാർ ചൊല്ലുടെ ആ മഹാൻ ചൊല്ലു, യാ ലൈത ഖൗമി യഅലമൂൻ, നന്റെ രായത്തെ ആൽമാർ, നന്റെ കൂട്ടത്തെ ആൽമാർ അങ്ങും കൂടി ഗൊന്തായെങ്കിൽ നല്ലെന്ത്, ബിമാ ഗഫറ ലി റബ്ബി, നന്റെ റബ്ബ് നക്ക് ദോഷമാഫാക്കിയെങ്കത്തെ അനുഗ്രഹ തന്നെങ്കത്തെ വിഷയ, വജഅലനി മിനൽ മുക്രമീൻ, നക്ക് വലിയ നിലക്കുള്ള കറാമത്ത്, നക്ക് വലിയ നിലക്കുള്ള ബഹുമാനം തന്നെ വിഷയ. ഇത്രയും വലിയ ബഹുമാനം നക്ക് അല്ലാഹു തആല തന്തു ചെന്ന് നക്കാദരിച്ച ഈ ആദരവിടെ വിഷയ നന്റെ റായത്തെങ്ക് ഗൊന്തായെങ്കിൽ നല്ലെന്ത്, നനക്ക് കിട്ടിയ സുഖങ്ങൾ അങ്കും ഗുന്തായെങ്കിൽ നല്ലെന്ത്. എന്ത് കാണി ഇപ്പള കയ്യിൽ ചൊല്ലെ, എന്ത് കയ്യിൽ ചൊല്ലെ, വലിയ ആളായിട്ട ആനന്ദം സൗത്തുക്ലാശെന്ന് അറിയിക്കുക എന്തൊരുദ്ദേശമായിട്ടുള്ളത്. മുഫസ്സിരീങ്ങ ചൊല്ലാറ്, ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ ചൊല്ലുടെ മഹാൻകൾ അള്ളാഹു വലിയ സവാബും സ്വർഗവും ആഗ്രഹമെല്ലാം കൊടുത്തിട്ടാകുമ്പോൾ അയാൾ തൻ്റെ റായത്തെ ആൽമാർ, തൻ്റെ കൗമിയുടെ ആൽമാർ, തന്നെ ഉപ്പതിരാക്കിയ ആൽമാർ അങ്ങക്ക് ഗുംതാവുന്നുണ്ടായി ആഗ്രഹിച്ചത് ഇയാളുടെ തെരുക്കു അങ്ങവും വന്നെങ്കിൽ നല്ലെന്ത്. ഇയാൾ അള്ളാഹു ദീൻ അനുസരിച്ച് ജീവിച്ചത് കൊണ്ടിട്ടു, ദീൻ ഗട്ടിയായി പിടിച്ചത് കൊണ്ടിട്ടു ഹബീബുൻ നജ്ജാർ മഹാൻ അള്ളാഹു വലിയ സ്ഥാനം കൊടുത്തില്ലേ. അപ്പോൾ നൻ്റെ ആൾമാരും ഇതേപോലെ ദീനിൽ ഗട്ടിയായിട്ട് അനുസരിച്ചിട്ട് മുർസലീങ്ങ ചെന്ന പോലെ കേട്ടിട്ട് പുനർജന്മം ഉണ്ടുകളുടെ വിശ്വാസത്തെ തൗഹീദോടുകൂടെ അങ്ങ് ജീവിച്ചാറുണ്ടായെങ്കിൽ ആ കുഫ്റിനെ തൊട്ടിട്ട് തൗബാക്കിയിട്ട് ഈമാനിൽ കടന്നിട്ട് എല്ലാ നിലക്കുള്ള വെടക്കത്തരത്തിൽ നിന്ന് ദൂരത്തായിട്ട് അങ്ങ് വീട്ട് വന്നിട്ടുണ്ടായെങ്കിൽ അങ്കും ഇതേ നിലക്കുള്ള അനുഗ്രഹം കിട്ടിരാന്തല്ലേ, ഇങ്ങനത്തെ അനുഗ്രഹം അങ്കും കിട്ടിരാന്തല്ലേ. അള്ളാഹുടെ ഇഷ്ടദാസന്മാരെ സ്വഭാവങ്ങൾ അങ്ങും കൂടി ആക്കിന്നെങ്കിൽ അർസത്തെ തടഞ്ഞു വെക്കണു. അതാണ് മഹാന്മാർ ഔലിയാക്കന്മാരെ സ്വഭാവ അർസബെന്നെങ്കിൽ അതിൽ തടയില്, അതിനെ തുടർന്നിട്ടെന്തും ആക്കുകയില്ല. അതേപോലെ ശത്രുക്കളോട് കിർഫ കാണിക്കുന്നതെല്ലാം ഹബീബുൻ നജ്ജാർ മഹാന്റെ സ്വഭാവമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങക്ക് ചമ്മയായിട്ട് ഈ ഒരു വിഷയമീത്ത് ഗൊന്തായെങ്കിൽ ഹബീബുൻ നജ്ജാർ ചൊല്ല ഈ മഹാൻ ഹത്തിലാണിന്ന് അയാളെത്തേവും നേരെ ചെന്നിട്ടു അങ്കും ഗൊന്തായിട്ടിന്ന് ഉണ്ടായെങ്കിൽ. അതേപോലെ ഇങ്ങനെ ശത്രുത്വം കൊണ്ടിട്ടു, ഇങ്ങാക്കി ഉപദ്ര കൊണ്ടിട്ടു അയാൾക്ക് വിജയമേ കിറ്റേ ചെന്നിട്ടുള്ളേ. ഇതുപോലത്തെ പല വിഷയങ്ങൾ ഉപദേശങ്ങൾ ഉൾക്കൊണ്ടിട്ടു അങ്ങവും കൂടി നല്ല തെരുക്കു, തീൻ്റെ തെരുക്കു, ഹക്കയുടെ തെരുക്കു, തൗഹീദിന്റെ തെരുക്കു വന്നെങ്കിൽ അങ്ങും എത്ര വലിയ വിജയ കിട്ടിരാന്തല്ലേ. അതാണ് ബഹുമാനപ്പെട്ട മഹാൻ ആഗ്രഹിച്ച്. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യരെ സ്വഭാവം അങ്ങനെയായിട്ടിക്കട് തൻ്റെ ആൽമാർ ചതിച്ചു പോണു, അങ്ങ കുടുങ്ങി പോണു ചൊല്ലൊരാശ ഒരു മുഅ്മിനായ മനുഷ്യരെ കൽബിലിക്കില്ല. എപ്പോഴും ആ മനുഷ്യരെ കൽബിലിക്കരുത് എല്ലാവരും നല്ലാവണോ, എല്ലാവരും നല്ല സ്ഥിതിക്ക് എത്തണോ ചെന്നിട്ടാണ് മുഅ്മിൻ്റെ മനസ്സിലിക്കണായത്. അതാണ് ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ ചൊല്ലുടെ മഹാൻ ജീവിതകാലത്തിൽ ചെന്നു, യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ, ഓ എൻ്റെ ആൽമാരെ നിങ്ങൾ ഈ മുർസലീങ്ങ ചെന്ന പോലെ കേക്കോറു, ഇങ്ങ നേരത്തേരുള്ളേ, നിങ്ങൾ നേരത്തെ എത്തിറാറോ ചെന്നിട്ടു ഹയാത്ത് കാലത്തും തൻ്റെ കൗമുക്ക് ഉപദേശിച്ചിട്ട് എന്നിട്ട് മരിച്ചൽ പിന്നെ ചൊന്തു യാലൈത ഖൗമി, മരിച്ചൽ പിന്നെ മേലാഗ്രഹനായിരിക്കണം എൻ്റെ കൗമുക്ക് നക്ക് കിട്ടിയ ഈ സ്ഥാനങ്ങൾ ഗുന്തായിട്ട് അങ്ങോ ഇനിയും തന്നെ അല്ല എങ്കിൽ നല്ലെന്ന് ചെന്നിട്ടുള്ളൊരു ആഗ്രഹം മരിക്കട മുന്നലും അയാൾക്ക് തൻ്റെ ആൾമാർ നല്ലാവനുണ്ട് ആഗ്രഹിച്ചിട്ട് മരണാനന്തരവും അങ്ങ് നല്ലാവൻ ആഗ്രഹിച്ച് നല്ല അടിവറച്ച് ഇനൊരാൾ ഈ വാരങ്ങളെ സംബന്ധിച്ചിട്ടുള്ള നല്ല വിചാരിക്കടെ നല്ല തിരക്കത്തോടുള്ളൊരു നല്ല ആഗ്രഹമാണ് ഹബീബുൻ നജ്ജാർ ചൊല്ല മഹാൻ കാട്ടിയത്. എൻ്റെ ആൾമാർ കുറഞ്ഞുകൊണ്ട് വന്നുകൊണ്ടുള്ള വിഷയം നാണ് നല്ല എമ്മയ്യാവും, നാണ് കൊസിലിന് എമ്മയ്യാവും,
നാളെ സന്തോഷത്തിന് നെമ്മയ്യാവോ, നക്ക് സ്വത്ത് കിട്ടിയ മയ്യാവോ, നണ്ടവശം തന്നെ മയ്യാവോ, ഇതിനൊത്ത യന്ത്രവേലാവട്ടെ ചെന്നിട്ടു ആ നഞ്ചി മനസ്സിൽ ജീവിച്ചുകൊണ്ടുള്ള ആൽമാർക്ക് വലിയൊരു പാഠമാണ്. ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാറുടെ മഹാൻ മരിക്കടെ മുന്നലും നല്ല ആഗ്രഹിച്ചിട്ട് വേരങ്ങനെല്ലാവണോ, മരിച്ചൊരു പിന്നെയും മേലാഗ്രഹിച്ച വേരങ്ങനെല്ലാവണോ. മിനൽ മുക്രമീൻ, നക്ക് അള്ളാഹു ഇത്ര വലിയ ബഹുമാന തന്നത് അങ്കും കുന്താവണിത്ത് നാൻ റബ്ബിടെ കൊണ്ട് വിശ്വസിച്ചത് കൊണ്ടിട്ടു, മുർസലീങ്ങളെ നേരിട്ട് വിശ്വസിച്ചത് കൊണ്ടിട്ടു നക്ക് ഇത്തരം വലിയ സ്ഥാനം കിട്ടിയെങ്കിൽ, നക്ക് കിട്ടി സ്ഥാനം അങ്കുവും തായെങ്കിൽ ഈ മുർസലീങ്ങളെ അങ്ങ് അനുസരിച്ചിട്ട് അങ്ങ് ഒരു നല്ല തിരുക്ക് വന്നാറാൻ താരോചിട്ടുള്ള അമിതമായ ആശയാണ് ഈ ആയത്തിങ്ങ പടിപാട്ട്. ഏതുമാവട്ടെ ഈ കൗമ് ഗന്ത്രയിത്ത് ഈമാൻ്റെ തൊട്ട് കളിച്ചെങ്കിൽ, അതേപോലെ ഹിദായത്തിലെ തൊട്ട് കളിച്ചെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പണ്ടത്തെ സ്വഭാവം പണ്ടേ ഉള്ളൊരു സ്വഭാവമായിട്ടിക്കട്, അള്ളാഹുടെ ആദത്തായിട്ടിക്കട്. ഇത്ര സുലാഭത്ത് അള്ളാഹു കൊടുല്ല. പരിശുദ്ധമായ ഖുർആൻ അന്ത്വാക്കിയാസുകളുടെ അക്രമികളായ, അന്ത്വാക്കിയാസുകളുടെ അഹങ്കാരികളായ ആ ബെടക്ക് പിടിച്ച ആൽമാർക്ക് കൊടുത്തെങ്കത്തെ ശിക്ഷയുടെ ഖുർആൻ വർണ്ണിക്കയുടെ ശൈലി ഒന്ന് മനസ്സിലാക്കണം. വമാ അൻസൽനാ അലാ ഖൗമിഹി, ഈ സ്വാഹിബുൻ യാസീനായ ഹബീബുൻ നജ്ജാർ ഈ മഹാന്റെ ഖൗമുകു ഞങ്ങൾ ഇറക്കിയിട്ടില്ല. മിൻ ബഅദിഹി, ഈ അല്ല മരണാനന്തര, മിൻ ജുന്ദിൻ മിനസ് സമാ, ആകാശത്തിൽ നിന്നിട്ടുള്ള ഒരു സൈന്യങ്ങളെയും ഞങ്ങൾ കടത്തിയിട്ടില്ല. ഒമാ കുന്നാ മുൻസിലീൻ, ഞങ്ങൾ അങ്ങനെ മലായികത്തിലെ കടത്തിനകും അല്ല. ഈ മനുഷ്യന്മാരെ ഹലാക്കാക്കുക വേണ്ടിയിട്ട്, ഇങ്ങനെ ഉപദ്രാക്കുക വേണ്ടിയിട്ട് ഞങ്ങൾ എന്തരാക്കല്ല, ആകാശത്തിൽ നിന്നുള്ള സൈന്യങ്ങളായ മലായികത്തിനെ ഞങ്ങൾ കടത്തില്ല. ഖുർആൻ വർണ്ണിക്കടെ ശൈലി നോക്കണം. അപ്പോൾ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു വഫാത്തായെങ്കും അന്ത്വാക്കിയാസുകളുടെ ബെടക്ക് വെച്ച് ആൽമാരെ അങ്ങനെ വേണ്ടിയിട്ട് ആകാശത്തെ സൈന്യം ഒന്നും കടത്തിയിട്ടില്ല. അത് നിങ്ങൾക്ക് കടത്തിന് ആവശ്യവുമില്ല, മനസ്സിലാക്കണം. പക്ഷേ പിന്നീട് ഞങ്ങളെ ഹലാക്കിനെ സംബന്ധിച്ചിട്ട് ഖുർആൻ ഇനിയും ചൊല്ലും. അങ്ങ് പിന്നെ അതിനെ കൊടുത്ത ശിക്ഷരെ സംബന്ധിച്ചിട്ടും ഖുർആൻ ചൊല്ലും. ഇൻകാനത്തില്ലാ സുയ്ഹത്തുൻ വാഹിദതൻ ഫൈദാഹും ഖാമിദൂൻ. അങ്ങ് എങ്ങനെയാണ് നശിഞ്ഞ് ചെന്നിട്ട്. അപ്പോൾ ടോട്ടലി മലായിക്കത്തിന് ഞങ്ങൾക്ക് അടുത്തൊരു ആവശ്യമൊന്നും ഇല്ല. ആകാശത്തെ അതെന്തും നിങ്ങൾക്ക് വലിയ വേണുണ്ടില്ല. ഇങ്ങനെ ഹലാക്കാക്കുക എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ചെറിയ ചെറിയ വിഷയമയ്യാവും. അല്ലാഹു സുബ്ഹാനഹു തആല ചില ആൾമാർക്ക് ചൂട് കാത്തു കൊടുത്തിട്ടാണ് പണ്ട് ഹലാക്കാക്കിയത്. ചില ആൾമാർക്ക് വലിയൊരു ശബ്ദം വന്നിട്ട് ഹലാക്കാക്കിയത് ഇന്നത്തെ എല്ലാ സംഭവങ്ങളാണ്. മലായിക്കത്തെ പറഞ്ഞിട്ടില്ല ഹലാക്കാക്കുക. ഒരു ചൂട് കാത്തു പണ്ട് സർവറും ഹലാക്കാവിടെ കേട്ടില്ല. ഇണ്ടും കേട്ടില്ല. എത്ര ജാഗയിൽ അള്ളാഹുടെ ശിക്ഷ പണ്ട് ചൂട് കാത്ത്. ചില ജാഗയിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഹലാക്കാക്കിയത് വലിയൊരു ശബ്ദമാണ്. ആ ശബ്ദം കേൾക്കലോടുകൂടെ സർവനാശമാണ്, സെക്കൻഡുകൾ മെയ്. ചില ആൾമാർ അള്ളാഹു ഹലാക്കാക്കിയത് ഖസ്, അങ്ങ് ഉള്ളവിടെ കിടന്നവിടേക്ക് ഭൂമി ഒരു പിടിച്ചിട്ടൊരു മുൾങ്ങൾ, പിന്നെ ഭൂമി റെഡിക്കൊരു പോക്ക്, വേറെന്തും നമുക്ക് ആവശ്യമില്ല. ചില ആൾമാർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല സുനാമി പോലത്തെ തന്നെ എടുത്ത വന്നിട്ട് ഫുൾ അങ്ങനെ ഹലാക്കാക്കിയിട്ട്. അങ്ങനെ ഈ നിലക്കുള്ള വ്യത്യസ്തങ്ങളായ ശിക്ഷകളാണ് മുൻകാല പ്രവാചകൻ വിരോധിമാർക്ക് അള്ളാഹു തആല കൊടുത്തത്. പക്ഷേ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു തആല കൊടുത്ത പ്രത്യേകതയാണ് ഖൗമുക്ക് എതിരായിട്ട് ഖൗം ഉപദ്രവിക്കുമ്പോൾ ആ ഖൗമുടെ അദാബിൽ നിന്ന് അങ്ങനെ ആ ശിക്ഷയിൽ നിന്ന് കാക്കുകയും ഖൗമുടെ സദബടിയൊക്കെ വേണ്ടിയിട്ട് അള്ളാഹു കൊടുത്തൊരു പ്രത്യേകതയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മലായിക്കത്തിനെ കടുത്തിരേച്ച് നിർത്തും. മലായിക്കത്തിനെ കൊണ്ടുള്ള സഹായം പ്രത്യേകിച്ചിട്ട് കിട്ടിയത് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അപ്പോൾ ഏതാണെങ്കിലും ഈ അന്ത്വാക്കിയാസുകളുടെ ആൽമാരെ ഹലാക്കാക്കിയ ശൈലി ഖുർആൻ ചൊല്ലെ ഇൻ കാനത് ഇല്ലാ സ്വൈഹ, അവിടെ ഉണ്ടായിട്ടില്ല ഇല്ലാ സ്വൈഹ, ഒരു വലിയ അട്ടഹാസം, സ്വൈഹതം വാഹിദ,
ഒരേ ഒരു ശബ്ദ, വലിയൊരു ശബ്ദം അവിടെ ഉണ്ടായിട്ട് അത് ഉണ്ടാവലോടുകൂടെ ഫൈദാഹും ഹാമിദൂൻ, അന്ത്വാക്കിയ റായത്തെ ആൾമാർ ആ ശബ്ദ കേൾക്കലോടുകൂടെ അടങ്ങിപ്പോയാർ, മയ്യിത്തായി പോയാർ, എല്ലാവരും ഹലാക്കായി പോയാൽ. ഒരേ ഒരു ശബ്ദം മാത്രം. അപ്പോൾ മനസ്സിലാക്കണം, ഈ അന്ത്വാക്കിയാസുകളുടെ ആൾമാർ അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കിയെങ്കത്തെ അങ്ങനെ കൊടുത്തെങ്കത്തെ ഘോരമായ ശിക്ഷയുടെ ഖുർആൻ വർണ്ണിക്കടെ വളരെ നിസ്സാറായിട്ട് ഒരു പുല്ലും ബലയില്ലാത്തങ്ങ, ഒന്നുകുമാവാത്തങ്ങ അങ്ങനെ ഹാലാക്കാക്ക ഇത്ര വലിയ മുറുസലീങ്ങളെയും ഹബീബുൻ നജ്ജാറെയും ഉപ്പതിനാക്കിയ ആൾമാരെ ഒരു ശബ്ദമയ്യാവും അങ്ങനെ അള്ളാഹു താലാക്കൊതാൻ ചെന്ന് മലായിക്കത്തൊന്നും ആവശ്യമില്ല. ഒരു ശബ്ദം വയ്യ ഒരു കാരണത്തെ ഇടി സർവനശിഞ്ഞു പോയാറ് എന്ത് ചെയ്തല്ലേ? ഒരു പക്ഷികളെ ഒരു ബാറ്ററെ പോലെ അല്ലേ? ഒരു മാടപ്രാവ് ഉണ്ടല്ലോ, ചുറ്റുഭാഗത്ത് പല മാടപ്രാവണ കണ്ട ഒരു ചെറിയൊരു പട്ടാക്കി കൂടെ ഓരോ വാട്ട ഓടിട്ടേക്ക് മാടപ്രാവുന്നു അല്ല, കാക്കിങ്ങ രാശിയുണ്ട്, ഒരു പട്ടാക്കിയുടെ ശബ്ദം കേൾക്കട്ടെ ഒരു വാട്ട ഓടിട്ടേക്ക്. അതേപോലെ ചില മൃഗങ്ങളുണ്ട് അല്ലേ, ആനയുടെ ഓടുപാട്ടൊക്കെ പട്ടാക്കി വിട്ടിട്ട് ഓടുപാട്ടുണ്ടല്ലോ, കേട്ടിട്ടില്ലേ? അപ്പം അങ്ങനെ ചില മൃഗങ്ങളെ ഓടുപാട്ടൊക്കെ വേണ്ടിയിട്ട് ഈ നിലക്കുള്ള ശബ്ദങ്ങളാക്കണം. അതുപോലെ പക്ഷികളെ ഓടുപാട്ടിയ പോലെ മൃഗങ്ങളെ ഓടുപാട്ടിയ പോലെ ഒരു ശബ്ദമാക്കിയിട്ട് ഹലാക്കാക്കി. ബദർ യുദ്ധം നടക്കുമ്പോൾ ആ ബദർ യുദ്ധത്തിൽ നിങ്ങൾ ബദരീങ്ങളാണ്ട് ആക്കിയായിട്ടിക്കണം. ആ ബദർ യുദ്ധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉണ്ടാക്കിയ വലിയ സഹായം മലായിക്കത്ര സഹായമായിട്ട്. പക്ഷേ മലായിക്കത്തൊന്നും ആവശ്യമില്ല. ഒമാ കുന്നാ മുൻസിലീൻ ഖുർആൻ ചൊല്ലും, ആകാശത്തെ സൈന്യങ്ങളെ കടുത്തിന് ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെ കടുത്തില്ല, അങ്ങനത്തെ അങ്ങനെ ആദത്തെ ഇല്ല ഖുർആൻ ചെയ്യും. പക്ഷെ ബദർ യുദ്ധത്തിൽ മലായിക്കത്തിന് കടുത്തിന് ആവശ്യം അല്ലാഹുക്കില്ല. പിന്നെന്ത് കടുത്തിട്ട് അതിനെ സംബന്ധിച്ചിട്ടും ഇമാമിങ്ങ ചൊല്ലത് തഅദീമൻ ലിശഅനിഹി, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് ബഹുമാനിക്കണം, തങ്ങളെ ബഹുമാന ആൾമാർക്ക് കാട്ടണം. മലായിക്കത്തിനെ കടത്തിയിട്ടുള്ള സഹായ അങ്ങനെ റസൂലുള്ളാഹി തങ്ങളെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ബദർ യുദ്ധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തിനെ കടത്തിയത്. അപ്പോൾ അതോടുകൂടെ ഈ ഒരു ശബ്ദത്തോടു കൂടെ അന്ത്വാക്കിയ റായത്തങ്ങ അസ്തമിച്ചു പോയാൽ, ഈ ഭൂമിയിൽ നിന്നിട്ട് ഒരേ ഒരു അഡ്രസ് ഇല്ലാണ്ടായി പോയാൽ, എന്തുകൊണ്ട് മുർസലീങ്ങളെ കളവാക്കുകയും അള്ളാഹുടെ ഇഷ്ടദാസനായ ഹബീബുൻ നജ്ജാറുടെ വലിയുടെ കൊല്ലുകയും ഇങ്ങനെയെല്ലാം ആക്കിയത് കൊണ്ടിട്ടു ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമാണ് ആ റായത്തെ കേട്ട് പിടിച്ചിട്ട് ഒരു പിടിക്കലും എന്നിട്ടൊരു ശബ്ദം അവിടെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയും പെട്ടെന്ന് എന്ത് ശിക്ഷ ഉണ്ടാക്കിയത്? അത് അള്ളാഹുടെ ഇഷ്ടദാസനായ ഹബീബുൻ നജ്ജാറുടെ അള്ളാഹുടെ വലിയ മുപ്പത്തിനാക്കിയാറ്. അതാണ് ഇത്ര പെട്ടെന്ന് അള്ളാഹു എന്ത് ശിക്ഷിച്ച്? അത് അള്ളാഹുടെ ഇഷ്ടദാസനായ വലിയായ ഹബീബുൻ നജ്ജാർ. തഫ്സീൽ അങ്ങനെയാണ് ചൊല്ലുന്നത്. ആ വലിയുടെ അങ്ങ് ഉപ്പത്തിനാക്കിയത് കൊണ്ടിട്ടു അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കന്മാരെ തൊട്ട് കളിച്ച് എത്ര സ്വലാപത്തിൽ വിടില്ലാണ്ടാണ് തഫ്സീർ ചൊല്ലുന്നത്. ഫഇന്നഹു തആല യഗ്ദിബു ലഹും, ഔലിയാക്കന്മാരുടെ വിഷയത്തിൽ ഇതായാറാ പിന്നെ അങ്ങനെ വിഷയത്തിൽ ചൊമ്മ അർസമാണ് അള്ളാഹു പണ്ട്